ദൂരത്തും ചാരത്തും വീതികളിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരുമായ എല്ലാ ദേശനിവാസികളും അല്പാസമയവും ഞങ്ങളുടെ ഈ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രശാന്തസുന്ദരമായ ഗ്രാമപ്രദേശത്ത് ഒരു പ്രാവശ്യം കൂടി ക്രിസ്തയേശുവിൻ്റെ സത്യസുവിശേഷം വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയോ പ്രാവശ്യം സുവിശേഷത്തിന് വേദിയായിട്ടുള്ള സുവിശേഷ സന്ദേശങ്ങൾ ശ്രമിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒരു പ്രാവശ്യം കൂടി ആ സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു മതത്തിന്റെ സന്ദേശമല്ല. യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷ സന്ദേശം സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു സകല ജനത്തിനും വേണ്ടിയാണ് ഭൂമിയിൽ വന്നത്. സകല ജനത്തിനും വരുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ് യേശുക്രിസ്തുവിന്റെ ജനനസമയത്ത് ദൂതന്മാർ അറിയിച്ചത്. എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ്. ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. എത്രയോ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഓരോ സമുദായത്തിൻ്റെ പേരിലാണ് അവരൊക്കെ അറിയപ്പെട്ടത്. അവരവരുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും, ചിലർ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും, ചിലർ അതുപോലെയുള്ള ചില പ്രത്യേക ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും താല്പര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിച്ചതും അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ യേശുക്രിസ്തു സകല മാനവകുലത്തിനും വേണ്ടി ഭൂമിയിൽ വന്നവർ, സകല ജനത്തിനും വേണ്ടി ഈ ഭൂമിയിൽ ഉദയം ചെയ്ത മഹാരക്ഷകനായ യേശുക്രിസ്തു മാത്രമാണ്. അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ, സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി ഈ ഭൂമിയിൽ പാർത്തു. അതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ഞങ്ങളിതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ശാസ്ത്രീയമായ അറിവുകളുടെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ നിന്നുകൊണ്ട് പലരും ഞങ്ങളെ പോഷന്മാരെന്ന് പറഞ്ഞിരിക്കാം. മതപരമായ പശ്ചാത്തലത്തിൽ മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്നവർക്ക് ഞങ്ങൾ പറയുന്നതൊക്കെയും ഇടർച്ചക്കല്ലുകളായി തോന്നിയേക്കാം. എന്നാൽ ഇന്നു പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുമാത്രമാണ് സത്യം. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നു. ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാനാണ്. ദൈവത്തിന്റെ ഛായയിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവം ആത്മാവായതുകൊണ്ട് വിലയേറിയ ഒരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുത്തു. ആ ആത്മാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് മുഴുലോകത്തെക്കാളും വിലയുള്ള ഒരാത്മാവ്, മുഴുലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. കാരണം മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കുവാൻ. ദൈവം ആത്മാവായതുകൊണ്ട് ആത്മാവുള്ള മനുഷ്യനുമായിട്ട് മാത്രമേ ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ആത്മാവുള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ മൃഗജാതികൾക്കൊന്നും തന്നെ ആത്മാവില്ല. എന്നാൽ ആത്മാവുള്ളത് മനുഷ്യന് മാത്രമാണ്. ആ ആത്മാവുള്ള മനുഷ്യനുമായി കൂട്ടായ്മയിൽ നിലനിൽക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ മനുഷ്യൻ വിട്ടുകളഞ്ഞു. അതാണ് ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വിവരിച്ചിരിക്കുന്ന സന്ദർഭങ്ങളും കഥകളും. അങ്ങനെ ദൈവത്തോടുള്ള കൂട്ടായ്മ വിട്ട്, ദൈവത്തെ ധിക്കരിച്ച്, ദൈവം കൊടുത്ത കൽപ്പനകളെ മറുതലിച്ച് മനുഷ്യന്റെ വഴിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. നന്മയും തിന്മയും ഒക്കെ അവൻ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തോടുള്ള അവന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള മനുഷ്യന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോ അവൻ പാപിയായി മാറി. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പാപം.
ദൈവത്തോട് ബന്ധം നഷ്ടപ്പെട്ട വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പാവി. വേദപുസ്തകം ശരിക്കും പഠിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുന്ന അനുഭവത്തെ പാപമെന്നും ദൈവത്തോട് ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയെ പാവി എന്നും പറയാം. അങ്ങനെ ആദിമ മനുഷ്യന്റെ ഉള്ളിൽ പാപം പ്രവേശിച്ചു. അങ്ങനെ പാപം പ്രവേശിച്ച മനുഷ്യൻ പാവിയായി മാറി. പാവിയായി മാറിയ ആദിമ മനുഷ്യന്റെ കുലത്തിൽ നിന്നാണ് ഈ ഭൂമിയിലെ സകല ജനവും ഉണ്ടായിട്ടുള്ളത്. സകല മനുഷ്യരും ആദാമിന്റെ സന്തതികളാണ്, ആദിമ മനുഷ്യന്റെ സന്തതികളാണ്. ഒരു മനുഷ്യനിൽ നിന്നാണ് ഈ ഭൂലോകത്തൊക്കെ കുടിയിരിക്കാനുള്ള ജനത്തെ ദൈവം ഉളവാക്കിയത്. അതുകൊണ്ട് ഈ ലോകത്തെ സകല മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ്. ഇന്ന് വ്യത്യസ്തമായ ജാതി, മതം, രാഷ്ട്രീയം, ഇതിന്റെ ദേശം, ഭാഷ, ഇതിന്റെ പേരിലൊക്കെ മനുഷ്യൻ വിഭജിച്ച് നിൽക്കപ്പെടുമ്പോഴും യാഥാർത്ഥ്യം എല്ലാ മനുഷ്യനും ഒരു മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ സകല മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ്. ഇവിടെ പരസ്പരം മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ദേശങ്ങളുടെ പേരിലും ഭാഷയുടെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഇസങ്ങളുടെ പേരിലും ഒക്കെ കലഹിക്കുന്ന സകല മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ് എന്ന വേദപുസ്തകം പറയുന്നു. ഒരപ്പന്റെ മക്കളാ സകല മനുഷ്യരും. ഈ മാനവകുലത്തെ സൃഷ്ടിച്ചത് ദൈവമാകയാൽ സകല മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ആത്മാവുള്ള ഈ മനുഷ്യനുമായി ദൈവം കൂട്ടായ്മ ആചരിപ്പാൻ ആഗ്രഹിച്ചു. പക്ഷെ മനുഷ്യൻ ദൈവത്തെ വിട്ട് അകന്നുപോയി. ആ മനുഷ്യനെ വീണ്ടും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കും ബന്ധത്തിലേക്കും സഹിത്വത്തിലേക്കും കൊണ്ടുവരുവാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ദൈവപുത്രനായിരുന്നവൻ, ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന്? മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ. എങ്ങനെയാ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചത്? സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ ഇരുന്നു കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെയും ചെയ്യുവാൻ ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. കാരണം അവന്റെ ഒരു വാക്കുകൊണ്ട ഭൂമിയിലെ സകല സൃഷ്ടപ്രപഞ്ചവും ഇവിടത്തെ സകല പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഒക്കെ ഉളവായി വന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ കടഭാരമോ അവന്റെ ഭവനമോ അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിപ്പാൻ അല്ലെങ്കിൽ ഭൗതികമായി ഏതെങ്കിലും വിഷയത്തിന്റെ നന്മ മനുഷ്യന് നൽകിക്കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് അവിടെ ഇരുന്നു കൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതെല്ലാം ഉളവായി വരും. അവൻ സർവശക്തനായ ദൈവമാണ് എന്ന ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. ആ കാര്യം ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്തു പോയ മനുഷ്യനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കൊണ്ടുവരണമെങ്കിൽ അവന്റെ പാപം പരിഹരിക്കണം. ആ പാപം പരിഹരിക്കണമെങ്കിൽ ദൈവം തന്നെ വെച്ചിരിക്കുന്ന നിയമം അത് മരണമാണ്. പാപത്തിന്റെ ശിക്ഷ മരണമാണ്. വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞാൽ പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണം അനുഭവിക്കാതെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. ദൈവം വെച്ച നിയമത്തെ ദൈവത്തിന് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ, ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് വന്നു. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചു. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് സ്നാപയോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിൽ ഇന്നയോളം ഭൂമിയിൽ ജനിച്ച, ഇന്നയോളം ഭൂമിയിൽ ഉണ്ടായിരുന്ന, ഇനി ജനിക്കേണ്ടുന്ന സകല മനുഷ്യന്റെയും സകല മാനവകുലത്തിന്റെയും ജാതി മതഭേദമില്ലാതെ സകല മനുഷ്യന്റെയും പാപം യേശുവിന്റെ മേൽ ചുമത്തി. സകല മനുഷ്യന്റെയും പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തുവിനെ ദൈവം പാപമാക്കി മാറ്റി. പാപമില്ലാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം അറിഞ്ഞിട്ടില്ലാത്ത, പാപത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ മാനവകുലത്തിന്റെ പാപം യേശുവിന്റെ മേൽ ചുമത്തി. യേശുവിനെ ദൈവം മാനവകുലത്തിനു വേണ്ടി പാപം ആക്കി മാറ്റി. അങ്ങനെ പാപത്തിന്റെ ആത്യന്തികമായ ശിക്ഷയായ ശമ്പളമായ മരണം കാൽവരിയുടെ ക്രൂശിൽ യേശു ഏറ്റുവാങ്ങി. ഒരു മനുഷ്യനും അനുഭവിപ്പാൻ കഴിയുന്നതിനപ്പുറമുള്ള അതിഭീകരമായ പീഡനങ്ങളിലൂടെയും അതിഭീകരമായ പീഡാസഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ കടത്തിവിട്ട് കാൽവരി ക്രൂശിൽ യേശുവിനെ ദൈവം കൈവിട്ട് കളഞ്ഞു. ദൈവം എന്തിനെ യേശുവിനെ കൈവിട്ട് കളഞ്ഞു എന്ന് ചോദിച്ചാൽ,
നമ്മളെ ഓരോരുത്തരെയും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം യേശുവിനെ തകർത്തു കളയുവാൻ കാൽവരിയിൽ കൈവിട്ട് കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ പാപത്തിന്റെ ശിക്ഷയായ മരണം ദൈവപുത്രൻ ഏറ്റെടുത്തു. മരണമില്ലാത്ത ദൈവം മരണമുള്ള മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്ന് മരണത്തിലൂടെ കടന്നുപോയി മനുഷ്യനെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അതാണ് സുവിശേഷം. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചിതനായി. ഇനി പാപത്തിന്റെ പരിഹാരത്തിനായി മറ്റൊരു കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീർത്ഥാടനങ്ങളും ഒന്നും അവശേഷിക്കുന്നില്ല. മതപരമായ ഒരു കർമ്മം കൊണ്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ കഴിയില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഒരേ ഒരു മാർഗം പാപ പരിഹാരകനായി കാൽവരിയിൽ മരിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിൽ വിശ്വസിച്ച യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ക്രിസ്തു എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ എനിക്ക് പകരമായി യേശു സകല ശിക്ഷയും അനുഭവിച്ചുകൊണ്ട് എന്റെ പാപവും മരണവും ജീവിതത്തിൽ ഏറ്റെടുത്തുവെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും ദൈവപുത്രത്വവും ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ പറയട്ടെ, വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര കഠിനമായ പാപമായിരുന്നാലും ആ പാപത്തെ പരിഹരിക്കുവാൻ യേശുവിന്റെ രക്തം മതിയായതാണ്. മറ്റൊന്നിനും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. നിങ്ങൾ നടത്തുന്ന തീർത്ഥാടനങ്ങൾക്കോ നിങ്ങൾ നടത്തുന്ന മതപരമായ അനുഷ്ഠാനങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ധൂപപ്രാർത്ഥനകൾക്കോ സഞ്ചേരങ്ങൾക്കോ അടിയന്തരങ്ങൾക്കോ ചാത്തത്തിനോ ഒന്നും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരിടം യേശുവിന്റെ കാൽവരി ക്രൂശാണ്. അവിടെ യേശു ഒഴുക്കിയ തിരുരക്തമാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് പാപമോചനം ലഭിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തുവെന്നാണ്. ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി ദൈവത്തിന്റെ മകനായി ദൈവിക കുടുംബത്തിലെ അംഗമായി മാറാൻ കഴിയും. ഇതാണ് സുവിശേഷം. പ്രിയമുള്ളവരെ, യേശു മരിച്ചു, യേശു അടക്കം ചെയ്യപ്പെട്ടു. എന്നാൽ മൂന്നാം ദിവസം യേശു മരണവാസങ്ങളെ അഴിച്ച് യേശു ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിസ്സഹായനായി തൂങ്ങിക്കിടന്ന ഒരു യേശുവിനെ കുറിച്ച് മാത്രമല്ല, അതിനപ്പുറം ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന യേശു ക്രിസ്തുവാണ്. മരണത്തെ തോൽപ്പിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തെ തോൽപ്പിച്ച് ജയിച്ച് എഴുന്നേറ്റ് വന്ന യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. യേശു ക്രിസ്തു ഇനി മധ്യാകാശത്തിൽ വരും. തന്നെ കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ യേശു വരുമ്പോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം മോചിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ അന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ എഴുന്നേറ്റ് വന്നിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തെ തോൽപ്പിച്ച് നിത്യയുഗങ്ങൾ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ താങ്കൾക്ക് കഴിയും. ആ നിത്യജീവനിലേക്ക്, നിത്യസമാധാനത്തിലേക്ക്, നിത്യസന്തോഷത്തിലേക്ക്, ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിലേക്ക് താങ്കളെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.